ഇറാൻ ഇസ്രായേൽ സംഘർഷം പശ്ചിമേഷ്യയുടെ അതിരുകൾ ഭേദിച്ച് യൂറോപ്യൻ നഗരങ്ങളിലെ സുരക്ഷിത വീതികളിലേക്ക് പടരുന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൊല്ലപ്പെട്ട മുൻ ഇറാൻ പരമാധികാരി അയത്തുള്ള അലി ഖമേനിയുടെ മകനും ഇറാന്റെ പുതിയ പരമാധികാരിയായി നിയമിതനാവുകയും ചെയ്ത മുസ്തഫ ഖമേനിക്ക് ലണ്ടനിൽ കോടികൾ വിലമതിക്കുന്ന രഹസ്യ സ്വത്തുക്കൾ ഉണ്ടെന്ന വെളിപ്പെടുത്തൽ ഒരു നയതന്ത്ര ഭൂകമ്പത്തിനാണ് വഴി തിരിച്ചിരിക്കുന്നത്. ബ്ലൂംബർഗ് ഒരു വർഷത്തോളം നീണ്ട അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവന്ന ഈ വിവരങ്ങൾ ബ്രിട്ടീഷ് തലസ്ഥാനത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ പോലും ചോദ്യം ചെയ്യുന്നതാണ്. ലണ്ടനിലെ ഏറ്റവും സമ്പന്നമായ പ്രദേശങ്ങളിൽ ഒന്നായ കെൻസിംഗ്ടൺ കൊട്ടാരത്തിന് സമീപം ഇസ്രായേൽ എംബസിക്ക് വെറും 50 മിനിറ്റിനുള്ളിൽ മുസ്തഫ ഖമേനി 2 ആഡംബര അപ്പാർട്ട്മെന്റുകൾ സ്വന്തമാക്കിയിരുന്നു എന്നതാണ് ഏറ്റവും ഗൗരവകരമായ കണ്ടെത്തൽ. ഏകദേശം 50 മില്യൺ പൗണ്ടിലധികം വിലമതിക്കുന്ന ഈ അപ്പാർട്ട്മെന്റുകൾ ഒരു കെട്ടിടത്തിന്റെ 6-ാം നിലയിൽ 7-ാം നിലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. സുരക്ഷാ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ അപ്പാർട്ട്മെന്റുകളുടെ സ്ഥാനം തികച്ചും തന്ത്രപരമാണ്. ഇസ്രായേൽ എംബസിയിലെ ചലനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇതിന്റെ ജനലുകളും ബാൽക്കണികളും ക്രമീകരിച്ചിരിക്കുന്നത്. എംബസിയിലേക്ക് വരുന്ന സന്ദർശകരെ നിരീക്ഷിക്കാനും ആധുനിക ലേസർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കെട്ടിടത്തിനുള്ളിലെ സംഭാഷണങ്ങൾ ചോർത്താനും ഈ ദൂരപരിധിയിൽ നിന്ന് സാധിക്കും. ഒരു റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം എന്നതിനപ്പുറം ഇതൊരു സ്ഥിര നിരീക്ഷണ കേന്ദ്രമാണെന്ന് സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കെൻസിംഗ്ടണിൽ മാത്രമല്ല, ലണ്ടനിലെ ബില്യണേഴ്സ് റോ എന്ന് വിളിക്കപ്പെടുന്ന ബിഷപ്സ് അവന്യൂവിലും മുസ്തഫ ഖമേനിക്ക് വൻതോതിലുള്ള നിക്ഷേപങ്ങളുണ്ട്. ഇവിടെ മാത്രം 11 ആഡംബര സൗധങ്ങൾ ബിനാമി പേരുകളിൽ ഖമേനി സ്വന്തമാക്കിയിട്ടുണ്ട്. ഐൽ ഓഫ് മാൻ പോലുള്ള നികുതിരഹിത കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ഷെൽ കമ്പനികൾ വഴിയാണ് ഈ ഇടപാടുകൾ നടന്നിരുന്നത്. ഇറാന്റെ സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാൻ രൂപീകരിച്ച ഓയിൽ ഫോർ പ്രോഗ്രാം വഴി സമാഹരിച്ച തുകയാണ് ഈ ആഡംബര വസ്തുവകകൾ വാങ്ങാൻ ഉപയോഗിച്ചതെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇറാനിലെ സാധാരണ ജനങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ ഭരണാധികാരിയുടെ മകൻ വിദേശ രാജ്യങ്ങളിൽ കോടികളുടെ ആസ്തി സമ്പാദിക്കുന്നത് ഇറാൻ ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പിനെയാണ് തുറന്നു കാട്ടുന്നത്. ഈ വിവരങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു മുമ്പ് ലണ്ടനിൽ 4 ഇറാനിയൻ വംശജർ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇവർ ജൂത ആരാധനാലയങ്ങളിലും വ്യക്തികളിലും നിരീക്ഷണം നടത്തി വരികയായിരുന്നു എന്നാണ് സൂചന. വടക്കൻ ലണ്ടനിലെ ജൂത സമൂഹത്തിന് നേരെ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്ന ഒരു സ്ലീപ്പർ സെല്ലായിട്ടാണ് പോലീസ് ഇവരെ കാണുന്നത്. മുസ്തഫ ഖമേനിയുടെ ഉടമസ്ഥതയിലുള്ള അപ്പാർട്ട്മെന്റുകൾ ഇത്തരം ചാരപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രങ്ങളായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ബ്രിട്ടീഷ് സുരക്ഷാ ഏജൻസികൾ ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അലി ഖമേനിയുടെ മരണശേഷം ഇറാന്റെ പുതിയ പരമാധികാരിയായി മുസ്തഫ ഖമേനി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇറാൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 56-കാരനായ മുസ്തഫ വളരെ കാലമായി ഇറാന്റെ സുരക്ഷാ സേനയിലും IRGCയിലും ശക്തമായ സ്വാധീനമുള്ള വ്യക്തിയാണ്. മുൻപ് ഭരണപരമായ ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും വഹിച്ചിട്ടില്ലെങ്കിലും അണിയറയിൽ ഇറാന്റെ തീരുമാനങ്ങളെ നിയന്ത്രിച്ചിരുന്നത് ഇദ്ദേഹമാണെന്ന് കരുതപ്പെടുന്നു. പിതാവിൽ നിന്ന് മകനിലേക്ക് അധികാരം കൈമാറാനുള്ള ഈ നടപടി ഇറാനിലെ മതഭരണകൂടം ഒരു വംശീയ ഭരണകൂടമായി മാറുന്നതിന്റെ സൂചനയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. ഇസ്രായേലിനോടുള്ള നിലപാടുകളിൽ മുസ്തഫ പുലർത്തുന്ന കടുത്ത സമീപനം മേഖലയിലെ യുദ്ധസമാനമായ സാഹചര്യം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട്. ഖമേനിയുടെ സ്വത്തുക്കളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ബ്രിട്ടീഷ് ട്രഷറി ഈ വസ്തുവകകൾ മേൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ അപ്പാർട്ട്മെന്റുകൾ വിൽക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ തടഞ്ഞുകൊണ്ട് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സ്വത്തുക്കൾ വാങ്ങാൻ സഹായിച്ചുവെന്ന് കരുതപ്പെടുന്ന ഇറാനിയൻ ബിസിനസ്സുകാരൻ അലി അൻസാരിയെയും ബ്രിട്ടൻ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലണ്ടനിലെ ആഡംബര കെട്ടിടങ്ങൾ ഇനി മുതൽ ചാരവൃത്തിക്കായി ഉപയോഗിക്കുന്നത് തടയാൻ പ്രത്യേക സുരക്ഷാ വലയം തന്നെ ഏർപ്പെടുത്താനാണ് ലണ്ടൻ പോലീസ് ലക്ഷ്യമിടുന്നത്. മുസ്തഫ ഖമേനിയുടെ ലണ്ടനിലെ സ്വത്തുക്കളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ കേവലം ഒരു അഴിമതി കഥയല്ല, മറിച്ച് അത് രാജ്യങ്ങൾ തമ്മിലുള്ള ആധുനിക ചാരയുദ്ധത്തിന്റെ മറ്റൊരു മുഖമാണ്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ശത്രു രാജ്യത്തിന്റെ നയതന്ത്ര കാര്യാലയത്തിന് തൊട്ടരികിൽ തന്നെ നിരീക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നു എന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം കൂടിയാണ്. ഇറാന്റെ പുതിയ തലവനായി മുസ്തഫ അധികാരമേൽക്കുമ്പോൾ ഈ രഹസ്യ നിക്ഷേപങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഇറാന് വലിയ വെല്ലുവിളികൾ ഉയർത്തുമെന്നതും ഉറപ്പാണ്. ലണ്ടന്റെ സുരക്ഷിതമായ ആഡംബര വീതികളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ചാരക്കണ്ണുകൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള വിശ്വാസത്തെ വീണ്ടും ചോദ്യം ചെയ്യുന്നു. ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയവും ട്രഷറിയും ഈ വിഷയത്തിൽ നേരിട്ടുള്ള പരസ്യ പ്രതികരണങ്ങൾക്ക് പരിമിതികൾ ഉണ്ടെങ്കിലും ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഏത് നീക്കത്തെയും ഗൗരവമായി കാണുന്നു എന്ന പൊതു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. റിപ്പോർട്ടിൽ പരാമർശിച്ച അലി അൻസാരി ഉൾപ്പെടെയുള്ള വ്യക്തികൾക്കും ബന്ധപ്പെട്ട ഷെൽ കമ്പനികൾക്കും മേൽ ബ്രിട്ടൻ ഇതിനോടകം തന്നെ ഉപരോധം കർശനമാക്കിയിട്ടുണ്ട്. ബ്രിട്ടന്റെ മണ്ണിലിരുന്ന് വിദേശ രാജ്യങ്ങൾ നടത്തുന്ന ചാരവൃത്തിയും നിരീക്ഷണങ്ങളും തടയാൻ പുതിയ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ലണ്ടനിലെ ഇസ്രായേൽ എംബസി ഈ വാർത്തയോട് അതീവ ആശങ്കയോടെയാണ് പ്രതികരിച്ചത്. തങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെയും എംബസി സന്ദർശിക്കുന്നവരുടെയും സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തില്ലെന്ന് എംബസി വക്താക്കൾ അറിയിച്ചു. ഇറാൻ ഭരണകൂടം ആഗോള തലത്തിൽ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങളുടെയും ചാരവൃത്തിയുടെയും തെളിവാണിതെന്നും ബ്രിട്ടീഷ് അധികൃതരുമായി ചേർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ പുനഃപരിശോധിക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. എംബസിക്ക് ചുറ്റുമുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാനും കെട്ടിടത്തിനുള്ളിൽ സംഭാഷണങ്ങൾ ചോർത്തുന്നത് തടയാനും ആധുനിക ആന്റി സ്പൈയിങ് സാങ്കേതിക വിദ്യകൾ സ്ഥാപിക്കാനും എംബസി നടപടി തുടങ്ങിയിട്ടുണ്ട്.
ചുരുക്കത്തിൽ ലണ്ടന്റെ ഹൃദയഭാഗത്ത് ഇറാന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വെല്ലുവിളികൾ ഉണ്ടാകുമെന്നതും ഉറപ്പാണ്.